വനവും വന്യജീവി സംരക്ഷണവും. സർ, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധിക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ഒരു കവചമായി വനമേഖലയെ ഉപയോഗപ്പെടുത്തുക എന്നീ വിഷയങ്ങൾക്കാണ് 2024-25 ഊന്നൽ നൽകുന്നത്. സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച വനസൗഹൃദ സദസ്സിലൂടെ ലഭിച്ച 4797 പരാതികളിൽ 4311 പരിഹരിക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ നിന്നും അനുകൂല വിധി സമ്പാദിച്ച് എക്കോ സെൻസിറ്റീവ് സോണുകളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ നിന്നും വാസയോഗ്യമായ സ്ഥലങ്ങളെ ഒഴിവാക്കുകയുണ്ടായി. സർ, നവകേരളം പദ്ധതിയുടെ കീഴിൽ 93.6 കോടി രൂപ നൽകി പട്ടികവർഗ്ഗക്കാരല്ലാത്ത 780 കുടുംബങ്ങളെ വനമേഖലയിൽ നിന്നും മാറ്റി പാർപ്പിച്ചു. ഇതോടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ദീർഘകാലമായി നിലനിന്നിരുന്നൊരു പ്രശ്നം വിജയകരമായി പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചന്ദനകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതി. സർ, സംസ്ഥാനത്ത് ചന്ദനകൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചന്ദനം സംരക്ഷിക്കാൻ സർക്കാർ സഹായിക്കുകയും ചെയ്യും. ഇതിനായി ചന്ദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിക്കുന്ന ചന്ദനം ശേഖരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കൂടുതൽ വനം ഡിപ്പോകളെ ചന്ദനത്തിൻ്റെ കളക്ഷൻ സെൻ്ററുകളാക്കുക, ചന്ദനത്തടികൾക്ക് സർക്കാർ നിർണ്ണയിച്ച മൂല്യത്തിൻ്റെ 50% മുൻകൂറായി ഉടമസ്ഥർക്ക് നൽകുന്നതിന് റിവോൾവിംഗ് ഫണ്ട് സൃഷ്ടിക്കുക തുടങ്ങിയും വിഭാവനം ചെയ്യുന്നു. ഇക്കോ ടൂറിസം അതോറിറ്റി. സർ, ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കും. വനവും വന്യജീവി മേഖലയിൽ 2024-25 സാമ്പത്തിക വർഷം 232.59 കോടി വകയിരുത്തുന്നു. സർ, ഇന്ത്യയിൽ ആദ്യമായി വനത്തെ പൂർണ്ണമായി ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന 500 ഗോത്രവർഗ യുവജനങ്ങളെ PSCയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ബീറ്റ് ഫോറസ്റ്റർമാരായി ഈ ഗവൺമെൻറ് കാലത്ത് നിയമിച്ചു. സർ, ജൈവ വൈവിധ്യ സമ്പത്തിൻ്റെ സംരക്ഷണത്തിനായി 5.97 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാരിസ്ഥിതിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിനത്തിൽ 24-25 സാമ്പത്തിക വർഷം 50.30 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷണ ലഘൂകരണ മാർഗങ്ങൾ. സർ, ഇതിനായി കഴിഞ്ഞ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്കിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇതുവരെ കിഫ്ബിയിൽ നിന്നുൾപ്പെടെ 204.25 കോടി രൂപ ചെലവഴിച്ചു. 24-25 സാമ്പത്തിക വർഷം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ വിപുലമായ സഫാരി പാർക്ക് സജ്ജമാക്കും. മ്യൂസിയം, ജൈവവൈവിധ്യ പാർക്ക്, മൃഗശാല എന്നിവ ചേർന്ന ഈ കേന്ദ്രത്തിനായി 300 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പൊതുമേഖല, സഹകരണ മേഖല, സ്വകാര്യ മേഖല എന്നിവ ചേർന്നുള്ള സംയുക്ത സംരംഭമായി ഇത് വികസിപ്പിക്കും. ഈ പദ്ധതിക്ക് 300 കോടി രൂപ നിക്ഷേപം വേണ്ടിവരുമെന്നാണ് പ്രാഥമികമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. മലബാർ മേഖലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായിട്ട് ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള ചെലവിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ടൈഗർ സഫാരി പാർക്ക്. കോഴിക്കോട് വനം ഡിവിഷനിലെ പെരുവണ്ണാമൂഴി റേഞ്ചിലെ മുതുകാടുള്ള 120 ഹെക്ടർ ഭൂമിയിൽ ടൈഗർ സഫാരി പാർക്ക് ആരംഭിക്കും. ടൂറിസം രംഗത്ത് ഏറെ സാധ്യതയുള്ള ഒന്നായി ഈ കേന്ദ്രത്തെ വികസിപ്പിക്കും. തദ്ദേശഭരണ മേഖല. സർ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ 28.09% ഉയർത്തുന്നു. പദ്ധതി വിഹിതമായി 8532 കോടി രൂപ വകയിരുത്തുന്നു. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും നടപ്പാക്കുന്ന ഖരമാലിന്യ പ്രോജക്റ്റിനുള്ള 180 കോടി ഉൾപ്പെടെ ഈ കാര്യത്തിൽ വരുന്നു. ഇത് കൂടാതെ മെയിൻ്റനൻസ് ഫണ്ടിനത്തിൽ 4131.19 കോടി രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ 2542.27 കോടി രൂപയും നീക്കിവെക്കുന്നു. സർ, ഭരണഘടനാ സാക്ഷരത. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന 2025 ജനുവരി 26-നകം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത കൈവരിക്കാനുള്ള പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കും. സർ, എറണാകുളം നഗരത്തിലെ ദീർഘകാല പ്രശ്നമായ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഓപ്പറേഷനും ബ്രേക്ക് ത്രൂ പദ്ധതിയിലൂടെ പരിഹരിക്കുന്നതിൽ കോർപ്പറേഷനും സർക്കാരും വിജയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ കൂടി നടപ്പ് വർഷം വകയിരുത്തുന്നു. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വികസനത്തിനായി 10 കോടി രൂപ കൂടി വകയിരുത്തുന്നു. ഗ്രാമവികസന മേഖലയ്ക്ക് പദ്ധതി വിഹിതമായി ആകെ 1768.32 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഏതാനും വർഷങ്ങൾക്കായി പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്നോക്കം പോകുന്നു. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പദ്ധതി പ്രകാരം 9,65,76,000 തൊഴിൽ ദിനങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 24-25 10.5 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന്
3496.5 കോടി രൂപയുടെ വേതനമായി ലഭ്യമാക്കുന്നതിനുള്ള പരിപാടിയാണ് ഇടുന്നത്. ഇതിന് 90% വനിതകളാണ് ഇതിൽ ഗുണഭോക്താക്കൾ എന്നുള്ള പ്രത്യേകതയുണ്ട്. സാർ, ഈ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 230 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന എന്ന പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 84.68 കോടി രൂപ വകയിരുത്തുന്നു. സാർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുള്ള സർവേ പ്രകാരം 64,006 അതിദരിദ്ര കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ട നിർവഹണത്തിലൂടെ ഇതിലെ 47.9% കുടുംബാംഗങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സാർ, 2025 നവംബർ മാസത്തോടുകൂടി അതിദാരിദ്ര്യമുള്ള മുഴുവൻ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകും. ഇന്ത്യയിൽ ഇത് ഒരു റെക്കോർഡായിരിക്കും. സാർ, വിവിധ സാക്ഷരതാ പരിപാടികൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ. സാർ, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ വിജയകരമായി 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കുടുംബശ്രീ കേരളത്തിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ചലനാത്മകമാക്കുന്നതിനും വേണ്ടി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ 2023-24 സാമ്പത്തിക വർഷം തിരികെ സ്കൂളിൽ എന്ന ബൃഹത് ക്യാമ്പയിൻ ആരംഭിക്കുകയും 38.7 ലക്ഷം പേർ ഇതിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗ്ഗം ഉറപ്പുവരുത്തി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 24-25 സാമ്പത്തിക വർഷം ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉപജീവന പദ്ധതി സംഘടിപ്പിക്കും. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുക വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം, സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ, വിവിധ വ്യാപാര പദ്ധതികൾ ഉൾപ്പെടെ ഏകദേശം 430 കോടി രൂപയുടെ ഉപജീവന പരിപാടികളാണ് സാർ സംഘടിപ്പിക്കുന്നത്. ഈ പദ്ധതി കുടുംബശ്രീയെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിനും കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിൽ പുതിയ മാതൃക സൃഷ്ടിക്കാനും ഉതകുന്ന രീതിയിലാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. സാർ, കുടുംബശ്രീക്കായി 2024-25 265 കോടി രൂപ വകയിരുത്തുന്നു. ഏതാ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഖര ദ്രവ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷൻ പ്രവർത്തിച്ചു വരുന്നു. ശുചിത്വ മിഷൻ 25 കോടി രൂപ വകയിരുത്തുന്നു. ദീൻദയാൽ അന്ത്യോദയ യോജന ഗ്രാമീണ ഉപജീവന ദൗത്യം പരിപാടിക്ക് 65 കോടി രൂപ വകയിരുത്തുന്നു. രാഷ്ട്രീയ ഗ്രാമ ശൗച അഭിയാനു വേണ്ടിയിട്ട് സംസ്ഥാന വിഹിതമായിട്ട് 8 കോടി.